stay there. ആമേൻ. ദൈവകൃപ നിൽക്കാൻ വിളിച്ചവൻ ദൈവകൃപ നിൽക്കണം. If you are called to be in the grace of God, stay in there. സുവിശേഷ വേല ചെയ്യാൻ വിളിച്ചവൻ സുവിശേഷ വേല ചെയ്യണം. If you are called to do the ministry, do the ministry. സാക്ഷ്യം വഹിച്ച് ജീവിക്കാൻ വിളിച്ചവൻ അങ്ങനെ ചെയ്തേ പറ്റൂ. If you have to show testimony to others, do it. ഒരു സഭയിൽ നിർത്തിയിരിക്കുന്ന സഭ നിൽക്കണം. If you are called in the church, stay in the church. ഒരു അപ്പന്റെ അമ്മയുടെയും കൂടെ നിർത്തിയേക്കണം അവിടെ നിൽക്കാൻ വേണ്ടിയാ. If you are put together as a father and mother, stay with the family. ഒരു സാക്ഷ്യം തന്ന് നിർത്തിയേക്കണം അവിടെ നിൽക്കാൻ വേണ്ടിയാ. When God gave you a testimony, stay in that testimony. ഹല്ലേലൂയ. Hallelujah. ഈ നിർത്തിയ സ്ഥലത്ത് നിന്നില്ലെങ്കിൽ കുഴപ്പം. If you don't stay where God put you, it is a bad. It will be bad. ഹല്ലേലൂയ. ചില ആൾക്കാര് ആൾക്കാർ നല്ലതാ, പക്ഷെ പോക്ക് ശരിയല്ല. Many people are good people, but the way they are going is not good. ഈ യോനെ സംബന്ധിച്ച് വേറെ ഒരു കുഴപ്പം കുറ്റം പറയാൻ അവൻ ആള് നല്ലതാണ്. Jonah is a very good person, nothing bad to talk about him. പക്ഷെ പോക്ക് ശരിയല്ല. But his traveling is not good. His way is ഹല്ലേലൂയ. not good. അപ്പൊ യോനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവൻ ആളും ശരിയല്ല, പോക്ക് ശരിയല്ല. Judas, on the other hand, he's not a good person as well as his way is not good either. ആമേൻ. അതുകൊണ്ട് യോനെ ആള് കുഴപ്പക്കാരനല്ലായിരുന്നു, ദൈവം തിരിച്ചു വന്നി. Jonah was a good person, so God brought him back. ഈ യെരൂശലേം വിട്ട് പോയവനും കുഴപ്പക്കാരനല്ലായിരുന്നു, ദൈവം തിരിച്ചു വന്നി. This guy from Jerusalem is not a bad guy, so God brought him back. യൂദ ആള് ശരിയല്ല, ആമേൻ, പോക്കും ശരിയല്ല, തമ്പുരാൻ നോക്കില്ല. Judas, on the other hand, is not a good person as well as his ways are not good, so God did not bring him back. എത്ര മിടുക്കന്മാരാണെങ്കിലും ചില വിഷയം വരുമ്പോൾ അറിയാതെ പേടിച്ചു പോകും. So no matter how good you are, how old you are, you will be afraid in certain circumstances. എത്ര ഭക്തനാണെങ്കിലും എത്ര പ്രാപ്തനാണെങ്കിലും എത്ര കഴിവുള്ളവനാണെങ്കിലും ഒക്കെ ശരിയാ, എന്നാൽ കട്ടിയായ വിഷയം വന്നാൽ അറിയാതെ പേടിച്ചു. No matter how able you are, how good you are, sometimes you will be afraid. അതൊന്നും ഒരു പാപമല്ല. That's not a sin. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു മരണ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു റീത്ത് വെച്ചാലോ സ്തോത്രം, അത് വിമർശനം അതൊന്നും വെച്ചാൽ വെച്ചൊരു കുഴപ്പമൊന്നുമില്ല. If you go to in the place where it's a funeral service going and you put a wreath on the top of it, it's okay. റീത്ത് വെക്കുന്നവനും സ്വർഗ്ഗത്തിൽ പോകത്തില്ല, അത് വെച്ചോണ്ട് പോകത്തില്ല, മനുഷ്യന് പോകും. If you put the wreath, he didn't take you to heaven, or even you not put it, it doesn't matter. ഇനി വെക്കാത്തോണ്ട് പോകുന്നില്ല. It doesn't matter whether you do it or not do it. പിന്നെ അതിനെ ചൊല്ലി പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഈ കുഴപ്പക്കാരൻ. But the problem is people start fight about it. വെച്ചാലും കുഴപ്പമില്ല, വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. Doesn't matter if you do it or not. ഈ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി വിഷയം ഉണ്ടാക്കുന്ന കുറെ പാർട്ടീസ് People make problems for അവരെ സൂക്ഷിക്കേണ്ടത്. We have to remember think about those people. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. യോനയെ മടക്കി വരുത്തി. Jonah was brought back. ആമേൻ. പക്ഷേ യൂദയെ മടക്കി വരുത്തി. But Judas was not bringing. അവൻ ആള് ശരിയല്ല. He was not a good guy. ഹല്ലേലൂയ. യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോവാ. This person was going from Jerusalem to Jericho. ആമേൻ. ഇവൻ വഴിയിൽ വെച്ച് കള്ളന്മാരെ അകപ്പെട്ടു. But he fell among the thieves. ആമേൻ. കള്ളന്റെ കയ്യിൽ ഒരുത്തനെ കിട്ടിയാൽ അവൻ എന്തോ ചെയ്യും അതൊക്കെ അവനെ ചെയ്തു. It was done on him whatever the thieves will do to a person. അവർ അവന്റെ വസ്ത്രം അഴിച്ചു. They took his clothes. അവർ അവനെ മുറിവേൽപ്പിച്ചു. They bruised him. അവർ അവനെ അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. He is half dead and they left him alone and went. ഇവന്റെ പദ്ധതി മുഴുവനും ഇപ്പൊ പൊളിച്ചിരിക്കുക. All his plan has been lost. ഹല്ലേലൂയ. ഇവൻ ഇപ്പോൾ ജീവൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പേരിന് അല്പം ഉണ്ട്. If somebody asks you, are you alive? For the name's sake, he is alive. ഇവൻ മരിച്ചു എന്ന് ചോദിച്ചാൽ ഇവൻ പാതി മരിച്ചിരിക്കുക. If somebody asks you dead, he is almost dead. ഹല്ലേലൂയ. ഇവന് ജീവിക്കാനും പറ്റുന്നില്ല, മരിക്കാനും പറ്റുന്നില്ല. He couldn't even die. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുക. Everything is lost. ഇവന്റെ ഭാവി മുഴുവൻ His നഷ്ടപ്പെട്ടിരിക്കുക. future is gone. ഇവന്റെ ആരോഗ്യം മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുക. ഇവന്റെ ജീവൻ മിക്കവാറും നഷ്ടപ്പെട്ടിരിക്കുക. Almost his life is gone. ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഇവൻ ഇപ്പോൾ ഒറ്റപ്പെട്ട് കിടക്കുക. He is left alone in this place by himself. Almost everything lost. ഹല്ലേലൂയ. ഇവിടെയാ ഒരു സഹായകന്റെ ആവശ്യം. That is a place he need a help. ഇവിടെ വെച്ച ഒരു വിടുതൽ സംഭവിക്കേണ്ടത്. He need to get deliverance from that situation. ഇവിടുന്ന് ഇവൻ എഴുന്നേൽക്കേണ്ടത്. He need to get up from that situation. പുരോഹിതന് ഇവനെ വേണ്ട. The priest did not want him. ലേവ്യന് ഇവനെ വേണ്ട. Levi did not want him. സമരക്കാരന് ഇവനെ വേണ്ട. He wanted him. ജീവനില്ലാത്തവനെ
ദൈവത്തിനെ ഒരു ശമര്യക്കാരനായിട്ടായിരിക്കും. Sometimes God made it us as a Samaritan. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. സമരക്കാരനാകാൻ പറഞ്ഞാൽ അങ്ങനെയാകണം. When you become a Samaritan, you have to be like this person. ആമേൻ. Amen. കരയാൻ വേണ്ടിയാക്കി കരയണം. If you are brought up to cry, you have to cry. ചിലപ്പോൾ ദൈവം നമ്മളെ എല്ലായ്പ്പോഴും ഒരേ അവസ്ഥയിൽ വിടുന്നില്ല. God is not leading us always on the good side. ചിലപ്പോൾ ദൈവം നമ്മളെ ശോധന ചെയ്യും. Sometimes He gives us troubles. നമുക്ക് വ്യത്യസ്തമായ അനുഭവങ്ങൾ വരും. We are taken into different. ഏത് അനുഭവം വന്നാലും അവിടെ നിൽക്കുന്നത്. No matter what happened in your life, you have to stay in that. ഹല്ലേലൂയ. Hallelujah. ഏത് അവസ്ഥയിലും ദൈവം തന്നെ. Any situation, God is God. ആമേൻ. ഞാൻ എന്റെ വിവാഹം നടക്കുന്നത് 98-ലാണ്.